നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പിനേറ്റ കനത്ത പ്രഹരത്തിന് ശേഷവും തെറ്റുകൾ തിരുത്താൻ തയ്യാറാകാത്ത CPM സംസ്ഥാന നേതൃത്വത്തിനെതിരെ യുവജന പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐയിൽ അമർഷം പുകയുകയാണ്. ജില്ലാ ഏരിയ സമ്മേളനങ്ങളിൽ അണികൾ തോൽവിയുടെ യഥാർത്ഥ കാരണക്കാരായി മുഖ്യമന്ത്രി പിണറായി വിജയനെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെയും തുറന്നു കാട്ടിയിട്ടും മാളത്തിലൊളിക്കുന്ന നിലപാടാണ് സംസ്ഥാന നേതൃത്വം സ്വീകരിക്കുന്നത്. ജനവികാരം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഡിവൈഎഫ്ഐയിലെ പുതുതലമുറ രൂക്ഷ വിമർശനങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ അത് കേട്ടില്ല എന്ന് നടിക്കുന്ന മുതിർന്ന നേതാക്കളുടെ ശൈലി പാർട്ടിയെ കൂടുതൽ നാശത്തിലേക്കാണ് നയിക്കുന്നത്. കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്ന വിമർശനങ്ങൾ കേവലം ഒരു ജില്ലയിലെ മാത്രം വികാരമല്ല, മറിച്ച് സംസ്ഥാനത്തുടനീളമുള്ള സാധാരണക്കാരായ സഖാക്കളുടെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ്. തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്വം താഴെത്തട്ടിലുള്ള അണികളുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ കണ്ണ് തുറപ്പിക്കുന്നതായിരുന്നു സമ്മേളനത്തിലെ ചർച്ചകൾ. അഹങ്കാരവും ജനങ്ങളിൽ നിന്നുമുള്ള അകൽച്ചയുമാണ് തോൽവിക്ക് കാരണമെന്ന് യുവജന നേതാക്കൾ തുറന്നടിച്ചു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊതുവേദികളിലെ ധാർഷ്ട്യവും പെരുമാറ്റ ദൂഷ്യവുമാണ് തിരിച്ചടിയുടെ പ്രധാന കാരണമായി ഡിവൈഎഫ്ഐ ചൂണ്ടിക്കാണിക്കുന്നത്. പൊതുവേദികളിൽ മൈക്ക് ഓപ്പറേറ്റർമാരോട് കാട്ടിയ അസഹിഷ്ണുതയും പത്തനംതിട്ടയിൽ പ്രസംഗത്തിനിടെ മാധ്യമപ്രവർത്തകരോടും ജനങ്ങളോടും വീട്ടിൽ പോയി ചോദിക്കുകയെന്ന് ആക്രോശിച്ചതുമെല്ലാം സാധാരണക്കാരായ വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കിയ അമർഷം ചെറുതല്ല. ഈ പെരുമാറ്റ ശൈലി പാർട്ടിക്കും മുന്നണിക്കും ഉണ്ടാക്കിയ അവമതിപ്പാണ് തിരഞ്ഞെടുപ്പിൽ വോട്ടായി മാറിയത്. ആളുകൾക്ക് മനസ്സിലാക്കുന്ന ലളിതമായ ഭാഷയിലല്ല സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംസാരിക്കുന്നത് എന്ന വിമർശനവും ഇവിടെ ശക്തമാണ്. കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ഭാഷാ പ്രയോഗങ്ങൾ തികഞ്ഞ പരാജയമായിരുന്നു. MV ഗോവിന്ദന്റെയും KK രാഗേഷിന്റെയും അനാവശ്യമായ ഇടപെടലുകളും പ്രവർത്തന വൈകല്യങ്ങളുമാണ് പയ്യന്നൂരും തളിപ്പറമ്പും പോലെയുള്ള CPMന്റെ ഉരുക്കുകോട്ടകളിൽ പോലും LDF സ്ഥാനാർത്ഥികൾ തോറ്റു തുന്നം പാടാൻ കാരണമെന്ന് സമ്മേളനത്തിൽ ആഞ്ഞടിച്ചു. കണ്ണൂരിൽ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ രാഗേഷ് പൂർണ്ണമായി പരാജയമായിരുന്നു. വിമർശന ശരം CPM നേതാക്കളിൽ മാത്രം ഒതുങ്ങി നിന്നതുമില്ല. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് A റഹീമിന് നേരെയും വിരൽ ചൂണ്ടപ്പെടുന്നുണ്ട്. സംഘടനയിൽ 35 വയസ്സ് പൂർത്തിയായ മേഖലാ ഭാരവാഹികളെ നിഷ്കരുണം മാറ്റി നിർത്താൻ തിടുക്കം കാണിക്കുന്ന അതേ നേതൃത്വം തന്നെയാണ് 46 വയസ്സ് തികഞ്ഞിട്ടും റഹീമിനെ സംഘടനയിൽ ചുവടുറപ്പിച്ചു നിർത്തുന്നത്. അഖിലേന്ത്യാ നേതാവായിരുന്നിട്ടും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ ചുമതല കൂടി റഹീമിന് വെച്ചുകൊടുത്ത ഇരട്ടത്താപ്പിനെതിരെ യുവജന നേതാക്കൾ പരസ്യമായി പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ജില്ലകളിലും ഏരിയകളിലും പാർട്ടിയെയും പോഷക സംഘടനകളെയും താഴെത്തട്ടിൽ ശക്തിപ്പെടുത്തുന്ന അണികൾ യാഥാർത്ഥ്യം വിളിച്ചു പറയുമ്പോഴും സംസ്ഥാന നേതൃത്വം ഇതൊന്നും കണ്ട ഭാവം നടിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. പാർട്ടി പിടിച്ചടക്കി വെച്ചിരിക്കുന്ന ഉന്നത നേതാക്കൾ തങ്ങളുടെ കസേരകൾ സംരക്ഷിക്കാൻ വേണ്ടി അണികളുടെ സ്വരത്തെ അടിച്ചമർത്താനാണ് നോക്കുന്നത്. തെറ്റുകൾ തിരുത്താനോ തോൽവിയെക്കുറിച്ച് ആത്മപരിശോധന നടത്താനോ തയ്യാറാകാത്ത ഈ നിലപാട് കടുത്ത നിരാശയാണ് പാർട്ടിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണയായി പാർട്ടി നേതൃത്വം പറയുന്ന തിട്ടൂരങ്ങൾ കണ്ണടച്ച് വിഴുങ്ങാറുള്ള ഡിവൈഎഫ്ഐ ഇപ്പോൾ കലാപക്കൊടി ഉയർത്തുന്നു എന്നത് ശ്രദ്ധേയമായ മാറ്റമാണ്. ജനങ്ങളിൽ നിന്നും സാധാരണക്കാരായ അനുഭാവികളിൽ നിന്നും കേൾക്കുന്ന ചീത്ത വിളികൾ താങ്ങാനാകാതെയാണ് യുവജന നേതാക്കൾ സമ്മേളന വേദികളിൽ വികാരഭരിതരാകുന്നത്. അണികളുടെ മനസ്സിലെ അമർഷവും രോഷവും ഇനി അമർത്തിവെക്കാനാകില്ല എന്ന സൂചനയാണ് ഡിവൈഎഫ്ഐ സമ്മേളനങ്ങൾ നൽകുന്നത്. തങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങൾ അംഗീകരിക്കാനോ ജനവികാരം മാനിക്കാനോ തയ്യാറാകാത്ത പാർട്ടി നേതൃത്വം CPMനെ പൂർണ്ണമായും തകർച്ചയുടെ അഗാധതയിലേക്കാണ് തള്ളിവിടുന്നത്. ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കും പേഴ്സണൽ സ്റ്റാഫുകൾക്കും ചുറ്റും കറങ്ങുന്ന നേതാക്കൾ യഥാർത്ഥ വോട്ടർമാരുടെ വികാരം കാണാൻ വിസമ്മതിക്കുന്നു. ഈ പോക്ക് തുടർന്നാൽ പശ്ചിമ ബംഗാളിലെയും ത്രിപുരയിലെയും അനുഭവമായിരിക്കും കേരളത്തിലും CPMനെ കാത്തിരിക്കുക. ഡിവൈഎഫ്ഐ ഉയർത്തിക്കാട്ടിയ ഈ കടുത്ത വിമർശനങ്ങളെയും വെല്ലുവിളികളെയും കേവലം അച്ചടക്ക ലംഘനമായി കണ്ട് തള്ളിക്കളയാനാണ് ഉദ്ദേശമെങ്കിൽ CPMന്റെ മുന്നോട്ടുള്ള യാത്ര അടഞ്ഞ അധ്യായമായിരിക്കും. കോട്ടയം സമ്മേളനത്തിൽ ഉയർന്നത് ഒറ്റപ്പെട്ട ശബ്ദമല്ല, മറിച്ച് രക്ഷപ്പെടാൻ കൊതിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ആത്മഗതമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭരണസംഘടനാ ശൈലികളിൽ കാതലായ മാറ്റം വരുത്താൻ പാർട്ടി തയ്യാറാകുമോ അതോ പഴയ പടി തന്നെ മുന്നോട്ട് പോകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്.